ഹായ് ഗൈസ്, ജോഗുഡൻ ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എനിക്കിങ്ങനെ എന്നോടാ കളി. അത്രേ ഉള്ളൂ, വീഡിയോ അത്രേ ഉള്ളൂ. 1 മില്യൺ ലൈക്കാണ് ഈ വീഡിയോക്ക് കിട്ടിയത്. വ്യൂസ് അല്ല കേട്ടോ, 1 മില്യൺ ലൈക്ക്. അപ്പൊ അതിന്റെ വ്യൂസ് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാം. ജോഗുഡൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമില്ലാത്തവരുണ്ടെങ്കിൽ കാണുമ്പോ കാണാതിരിക്കണതെന്തിനാ. എന്തൊരു രോഗമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നു ഇവിടെ. ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ റീച്ചും ലക്കൊക്കെ കിടക്കുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഡോറിമോൻ ആണെന്നൊരു നമ്മൾ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ ആര് പടച്ചു വിടുമെന്ന് അറിയാൻ പാടില്ല. നോർത്തിൽ നിന്ന് കയറി വന്ന പാവയാണെന്ന് തോന്നുന്നു. പാവയ്ക്ക് അറിയാൻ പാടില്ലല്ലോ ഇത് ഡോറിയാണോ എന്ന് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞില്ലേ? ഇത് ആരാണ് ഈ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണേ? ലോട്ടറി കടക്കാരനാക്കി ആ വീഡിയോ കുറച്ച് ഏറി കയറിയത്. നല്ല ഏറി കയറി ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നു. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ദിവസം വിശ്വ എനിക്ക് മെസ്സേജ് അയച്ചു. ആള് ഭയങ്കര സിമ്പിളാണ്. സന്തോഷ് പണ്ഡിറ്റിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞായിരുന്നല്ലോ. നമുക്കൊരു വീഡിയോ നോക്കാം. ഒക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. ബ്രോയുടെ പുതിയ റാപ്പ് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാരും. എന്തെങ്കിലും പുതിയൊരു റാപ്പ് പാടാനുണ്ടോ നമുക്ക്? വീണ്ടും എന്നെ ഏറിക്കേറ്റുള്ള പരിപാടിയില്ലേ? ഇല്ല ബ്രോ, ധൈര്യമായിട്ട് പഠിക്കൂ. ഒരു പുതിയ സോങ്, ഒരു വെറൈറ്റി. നീയൊക്കെ എങ്ങനെ ട്രോൾ ചെയ്യുമെന്ന് എനിക്ക് അറിയണം. അത്രേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം ചെയ്യാം. ഈ ട്രോൾ ചെയ്യില്ല നോക്കാമല്ലോ. ഓക്കെ. ഡിസ്ക്ലൈമർ ആണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന അൺവാണ്ടഡ് ആപ്ലിക്കേഷനിൽ കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയരുത്. ഒരുപാട് ആളുകളെ പറ്റിച്ചാണ് ഇവന്മാർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അവന്മാരെ തിരിച്ചൊന്ന് പറ്റിക്കണ്ടേ. നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു പരിമാച്ചിലെ ജെറ്റെക്സ് എന്ന് പറയുന്ന ഗെയിം. നിങ്ങൾ ചെയ്യേണ്ട നിസ്സാര കാര്യമാണ് പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് മുമ്പ് നിങ്ങളിത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം ഉയർത്തി ഇത് പറക്കുന്നു അത്രത്തോളം വിന്നിങ് ചാൻസ്, അത്രയും മൾട്ടിപ്ലയർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ലക്ക് ആൻഡ് ട്രസ്റ്റ് ആണ്. നിങ്ങൾ റൈറ്റ് ടൈമിൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് താങ്ക്സ് ടു പരിമാച്ച് ലൈറ്റനിങ് ഫാസ്റ്റ് വിഡ്രോൾസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈഡ് ചോയ്സ് ഓഫ് പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. യു വിൽ ഗെറ്റ് ദ മണി ക്വിക്ക്ലി ആൻഡ് കംഫർട്ടബിളി. ആൻഡ് ഹിയർ ഈസ് ദ ബെസ്റ്റ് പാർട്ട്. എൻ്റെ പിൻ കമന്റിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പരിമാച്ച് അത് ഡബിൾ ആക്കി തരുന്നതായിരിക്കും. ഇൻസ്റ്റാൾ പരിമാച്ച് ആൻഡ് സ്റ്റാർട്ട് വിന്നിംഗ് ഓൺ ജെറ്റെക്സ്. കണ്ണിലെരിഞ്ഞ തീ കണൽ നെഞ്ചിൽ വാടും പ്രതീക്ഷകൾ, പൂവണിയും സ്വപ്നങ്ങൾ കനവിലേറി ചിന്താഗതിയിലൂടെ തേടിയോടും പാട്ടുകളിൽ ലയിച്ചു ചേരും മാറ്റങ്ങൾ. ഈ 2 വാക്കുകൾ നിറവേറാ പ്രതീക്ഷകൾ. ആ 2 വാക്കുകൾ സ്വപ്നവും പരാജയം. യപാതിമയക്ക ചിന്തയിൽ ചോദ്യവും പ്രതീക്ഷകൾ. ഉണ്ടോ ഇത് കേൾക്കാൻ? എന്താ കുഴപ്പം? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ ഈ ശൂന്യതയിൽ കെടാത്തിരികൾ പോൽ കനവിലൂടെ ഓടി നടന്ന് നേടുമൻ പ്രതീക്ഷകൾ. ഇതിന്റെ ഇടയിലും കുറെ പേര് വന്ന് ഹെയ്റ്റ് കമന്റ് ഇടുന്ന കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ ഒരു 100 പേര് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വാക്കുകൾ കൊണ്ട് തെറി വിളിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലേ? ചിലർ പറയണം അവൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കര മോശമാണ്, ടോക്സിസിറ്റിയാണ്. ഈ പറയുന്ന ബാദുഷയുടെ ഹണി സിംഗിന്റെ ഒക്കെ പാട്ടിന്റെ വരികൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്റെ രതീഷ വീട്ടിൽ പെടാ, നിങ്ങൾ വെറുത്തു പോവും. ഇങ്ങനെ വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളത് എൻജോയ് ചെയ്യുക. വെറുപ്പിക്കുന്നത് ക്രിഞ്ചായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളോട് ക്രിഞ്ച് പറയേണ്ട കാര്യമുള്ളൂ. വെറുതെ എല്ലാത്തിലും കയറി വരാൻ നിൽക്കരുത്. ഓക്കെ. എന്നതാണോ ഈ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ? എന്താണെങ്കിലും എഡിറ്റ് ചെയ്യുന്നവന്മാരൊരു കില്ലാടികൾ തന്നെ. ചിരിക്കാൻ കുറെ ഉണ്ട്. ചോറിന് കറി, സാലഡാണ്. രാവിലെ പാലപ്പമായിരുന്നു. മീൻകറി ഉണ്ടായിരുന്നതാണ്. മീൻ തിന്നുന്നത് ഞാൻ നിർത്തി. ഇവനത് കഴിച്ചു തീർത്താനും ഡയലോഗ് പറഞ്ഞു തരുമെന്ന് തോന്നണല്ലോ. അത് കാരണമാണ് മീൻ എടുക്കാഞ്ഞത്. ഓക്കെ. ചോറിന് കറി, സാലഡാണ്. നല്ലോണം കഴിക്കണം ട്ടോ. രാവിലെ പാലപ്പമായിരുന്നു. മുഖ്യമന്ത്രി കൊറോണയ്ക്ക് മരണം പറയുന്ന പോലെ. അത് കാരണമാണ് മീൻ എടുക്കാഞ്ഞത്. തന്നെ ബ്രോ മീനുമായിട്ട് പിണങ്ങിയോ? നീ നമസ്കാരം. കമന്റ് ബോക്സ് സീനാണേ. ഉച്ചക്ക് ബീപ്പ്. ഏതോ പുതിയ വ്ളോഗറാണെന്ന് തോന്നുന്നു. വളർന്നു വരട്ടെ. വിശക്കുന്നു. വീഡിയോ ലേറ്റ് ആയിപ്പോയി.
വിശന്നിട്ടും വയ്യ. ഒരു 100 രൂപ തരാമോ? ഓടുമയിലേ, വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കണം. വിശക്കുന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നിനക്ക് കയ്യും കാലും ഉണ്ടോ? വിരലുകളുണ്ടോ? ദൈവമേ, മൂർഖന്റെ കയ്യിലാണല്ലോ പോയി പെട്ടത്. കയ്യുണ്ടോ? വീട്ടിലെന്തെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു 4 അരിയെങ്കിലും ഉണ്ടോ? പോയി കഞ്ഞി വെച്ച് കുടിക്ക്. ശരി ആന്റി. ഓട്, പൊക്കോ. വിശക്കുന്ന 100 തരൂ, തരത്തില്ല ഞാൻ. ഞാനെങ്കിൽ ഒരു മുട്ട പൊരിച്ച് കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്ത് പറയും? എന്താടാ എഞ്ചിൻ ഓയിലോ? എഞ്ചിൻ ഓയിലിട്ടാണ് അവൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ആരാടെ ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ പോകുന്നേ? വെറുതെ അല്ല ടൂറിസ്റ്റുകാരൊന്നും ഇങ്ങോട്ട് വരാതെ. എങ്ങനെ വെറുക്കാതിരിക്കും? ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പൊളിഞ്ഞു കയറുക. വിശന്നിട്ട് വയ്യ. ആദ്യം നമുക്ക് കഴിക്കേണ്ട ഭാഗം നടുവിൽ നിന്ന് ഈ കാണുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ബാക്കി വരുന്ന 2 പീസ് ചേർത്ത് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുക. റബ്ബർ ബാൻഡ് വെച്ച്? അപ്പൊ കേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തിന്റെ ഒരു ഭാഗവും എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല. അത് നമുക്ക് അടുത്ത ദിവസത്തേക്കോ പിന്നെ എപ്പോഴേക്കോ മാറ്റി വെക്കാം. അടുത്ത ദിവസത്തേക്കോ? എന്നത് കേക്കോ? ഈ പ്രോസസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഒരിക്കലും എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരാത്തതുകൊണ്ട് ആ ഭാഗം ഡ്രൈ ആവുന്നില്ല. അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ കേക്ക് എന്ന് പറയുന്ന സാധനം കത്തി പോലും കാണാറില്ല. അതിന് മുമ്പ് വയറ്റിലാവും. അടുത്ത ദിവസത്തേക്കോ പിന്നെ എപ്പോഴേക്കോ മാറ്റി വെക്കാം. മാറ്റി വെക്കാനെന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുക. ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് കഴിഞ്ഞ അകത്തേക്ക് പോയി പിന്നെ അതെടുക്കാൻ വേണ്ടി മൊത്തം കുത്തിപ്പിളിക്കണ്ടേ? അതെന്നാടാ പെണ്ണുള്ള? പാപ്പം കുടിക്ക്. ഹായ്, സുഖാണോ? എന്നാ ഉണ്ട്? കുറെ ആയി കണ്ടിട്ട്. കമന്റ് വായിക്കണം, ചിരിക്കണം, പോകണം. ചുണ്ടനങ്ങി ഫോട്ടോ അല്ല വീഡിയോ ആണ്. മുടിയും മീശയും കൂട്ടി ഷോർട്ട് സർക്യൂട്ട് ആവാതെ നോക്കണേ. പറക്കുന്ന തെളികളെ രമണന്റെ പാസ്പോർട്ട് എന്ന എലിയുടെ നോട്ടം. മീശയ്ക്കിടയിൽ കുടുംബ പ്രശ്നം വല്ലതുണ്ടോ? തോണിക്ക് നിങ്ങൾ പറഞ്ഞ വില എത്രയ്ക്ക് കൊടുക്കും? എന്തൊക്കെ കമന്റാന്നറിയാവോ? ഇടുന്നവന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. വലിയേട്ടന് ഉപ്പിലിട്ടുണ്ടാക്കിയത്. എന്റെ വീട്ടിൽ വന്ന് എന്റെ മുകളിലത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള പരിപാടി. മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള പരിപാടി. ദിസ് ഈസ് റാങ്ക്. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. എന്റെ വീടിന്റെ ലോഡ്ജാണോ? എന്റെ വീടെന്താ ലോഡ്ജാണോ? മാസ്റ്റർബേറ്റ് ചെയ്യാന് എന്റെ വീട്ടിലാണ് മുകളിലത്തെ മുറിയിൽ മാസ്റ്റർബേറ്റ് ചെയ്യണോ? എന്റെ വീടിന്റെ ലോഡ്ജാണോ? ഇങ്ങനെ ഒരെണ്ണം. അഭ്യാസ പ്രകടനാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ. കാല് പോയി. അടി ക്ലാപ്പ് ഗോ. പൊളിഞ്ഞു എടുത്ത് കയറി. എടാ, നിനക്ക് വല്ല ചൊറിച്ചിലിന്റെ അസുഖമുണ്ടോ? അത് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം ഓടിക്കടാ. വേഗം കട്ട് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് കിട്ടും. കാലിന്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. അതങ്ങനെ കുറെ എണ്ണങ്ങള്. പറി. സാധാരണ കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് ഞാൻ. എന്നതാടാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ചേനാതര. കൃഷ്ണൻ പൊട്ടി നിൽക്കുവാന്ന് തോന്നുന്നു. കണ്ണൊക്കെ നോക്കിയേ. പാവൻ ചേട്ടൻ എന്തോ കാര്യമായിട്ടൊക്കെ ചെയ്തിട്ട് റീച്ച് കിട്ടാത്തതുകൊണ്ട് വെറൈറ്റി പിടിച്ചതാ. ബുദ്ധി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ. നമുക്ക് ഏതായാലും നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ഗംഗാ
ಪಾರ್ವತಿ ರಮಣ ನಿನಗ ನಮೋ ನಮೋ ಹಾ ಚಂದ್ರ യദു കൃഷ്ണൻ എന്നാണ് പേര്. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ലിങ്ക് കലർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഷോർട്ട് ഫിലിംസ് പോലുള്ള അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന മതസൗഹാർദ്ദ ബുക്ക് പോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തരിക, ടാഗ് ചെയ്താലും മതി. അപ്പോൾ ബൈ ഫോർ നൗ.